വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് കടലപ്രഥമൻ ഉണ്ടാക്കാം. മണിക്കടലയും ശർക്കരയും തേങ്ങാപ്പാലുമാണ് ഈ ടേസ്റ്റി പായസത്തിലെ പ്രധാന ചേരുവകൾ. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ പശുവും പാലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ മണിക്കടല ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇത് 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്ത കടലയാണിത്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 3-4 വിസിൽ വേവിക്കണം. ഇപ്പോൾ ഞാൻ 4 വിസിൽ വരെ വേവിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. നമുക്കിനി ഈ കടല ഒന്ന് അരച്ചെടുക്കണം. ഈ കടലയുടെ തൊലി നന്നായിട്ട് അരയണം, എങ്കിലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൊലി കടിക്കാൻ കിടന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കടല വേവിച്ചപ്പോൾ കുക്കറിൽ ബാക്കിയായ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 5 ക്യൂബ് ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നു. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അതാ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച കടല പേസ്റ്റ് നെയ്യിലിട്ട് ഒന്ന് വരട്ടണം. അതിനു വേണ്ടി ഞാനൊരു ഉരുളിച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലിട്ട് നമ്മൾ അരച്ച് വെച്ച കടല പേസ്റ്റ് വരട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് നെയ്യുമായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. 5 ക്യൂബ് ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തയ്യാറാക്കിയ പാനിയാണിത്. ഇനി ഈ ശർക്കരപ്പാനിയും കടലപ്പേസ്റ്റും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. ഈ കടലപ്പേസ്റ്റും ശർക്കരപ്പാനിയും കൂടി നന്നായിട്ട് തിളച്ച് യോജിച്ച് വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം. 1 കപ്പ് 1-ാം പാലും 1.5 കപ്പ് 2-ാം പാലുമാണ് വേണ്ടത്. ഞാനിവിടെ രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പശുവും പാലും യൂസ് ചെയ്യാം. തേങ്ങ ചിരവാനൊക്കെ മടിയുള്ളവർക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ടേസ്റ്റുള്ള പായസം തന്നെ കിട്ടും. ഇപ്പോൾ അതാ ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ 2-ാം പാലിൽ കിടന്ന് കുറച്ച് സമയമായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് 1 നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/4 സ്പൂൺ ഏലക്കായ്പ്പൊടിയും 1/4 സ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 സ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, പൊടിച്ച് വെച്ചത് തീർന്നു പോയി. പിന്നെ ഇനിയിപ്പോൾ മിക്സി കഴുകി ഉണക്കി തുടച്ചിട്ടൊക്കെ വേണ്ടേ പൊടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി 1-ാം പാലും കൂടി ചേർത്താൽ മതി. ഈ കടല വേവിച്ച് അരക്കുന്ന പണി ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ കടലപ്പരിപ്പ് പ്രഥമനിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ മണിക്കടല വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ വേറെയും റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മണിക്കടലയും ശർക്കരയും ചേർന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു ഹൽവയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഇപ്പോൾ 1-ാം പാലും കൂടി ഒഴിച്ച് തിളക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ഓഫാക്കുന്നുണ്ട്. നന്നായിട്ടാണ് തിളക്കുന്നതിന് മുമ്പ് തന്നെ ഓഫാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനുവേണ്ടി ആദ്യം കാഷ്യൂനട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട്സ് ഒന്ന് മൂത്തതിന് ശേഷം കിസ്മിസും കൂടി ഇട്ടിട്ട് നമുക്ക് കോരി ഈ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതാ റെഡിയായി കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട മണിക്കടല പായസം.